വാഗേരിയിൽ കഴിഞ്ഞ 10 ദിവസമായി ആളുകളെ ഭയപ്പെടുത്തുകയും അതോടൊപ്പം വനംവകുപ്പിനെ ചുറ്റിക്കുകയും ചെയ്ത കടുവ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കൂട്ടിൽ അകപ്പെട്ടത്. മൂടക്കൊല്ലി കോളനി കവലയിൽ കാപ്പിത്തോട്ടത്തിനകത്ത് സ്ഥാപിച്ചിരുന്ന കൂട്ടിലാണ് 2 മണിയോടെ കടുവ കുടുങ്ങിയത്. ഇന്നലെ ഇതിന് സമീപത്തുള്ള വട്ടത്താനിയിൽ പലരും കടുവയെ നേരിൽ കണ്ടിരുന്നു. അവിടെ ഒരു പശുവിനെ വേട്ടയാടി. വേട്ടയാടപ്പെട്ട പശുവിനെ ഇരയാക്കി വെച്ച വനംവകുപ്പ് കൂടുവെച്ചെങ്കിലും ആ സ്ഥലത്ത് രാത്രി എത്തിയ കടുവ കൂട്ടിൽ കയറിയില്ല. പലതവണ ആളുകളുടെ മുന്നിൽപ്പെട്ടു. പക്ഷേ ദൗത്യസംഘത്തിന് ഇന്നലെ മയക്കുവെടി വെക്കാനും കഴിഞ്ഞില്ല. അതിനുശേഷം ഇന്ന് രാവിലെയാണ് നേരത്തെ പ്രജീഷിനെ കൊലപ്പെടുത്തിയ മൂടക്കൊല്ലി മേഖലയിൽ തന്നെ കടുവയുടെ ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞ ചിത്രങ്ങൾ വനംവകുപ്പിന് ലഭിച്ചത്. അതോടുകൂടി വീണ്ടും ഈ മേഖലയിൽ തന്നെയാണ് സാന്നിധ്യം എന്ന വനംവകുപ്പ് ഉറപ്പിച്ചിരുന്നു. 3 കൂടുകളാണ് ഇവിടെ സ്ഥാപിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കടുവ കൂട്ടിൽ കയറുമെന്ന ഒരു പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. 5 ദിവസമായി ഇര തേടിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ കൂടിനകത്ത് കുടുങ്ങുമെന്ന് തന്നെയായിരുന്നു ദൗത്യസംഘത്തിന്റെ പ്രതീക്ഷ. ഏറുമാടത്തിന് മുകളിൽ മയക്കുവെടി സംഘം കാത്തിരുന്നിരുന്നു. ലൈവായി ഇരയെ താഴെ കെട്ടി കാത്തിരുന്നിരുന്നു. അത്തരത്തിലുള്ള ശ്രമവും നടത്തിയിരുന്നു. അതിനിടെയാണ് ഉച്ചയോടെ കടുവ കൂട്ടിലകപ്പെട്ടത്. ഈ ഇരയായി കെട്ടിയിരുന്ന ആടിന് വെള്ളം കൊടുക്കാൻ പോയ വാച്ചർമാരാണ് ആദ്യം കടുവ കൂട്ടിൽ കയറിയത് കാണുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ കെണി അടഞ്ഞ് കൂടിനകത്ത് കടുവ അകപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വനംവകുപ്പ് കടുവയെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും വാഗേരിയിലെ ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ കടുവയെ വെടിവെച്ചു കൊല്ലുകയല്ലാതെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. 10 ദിവസം മുമ്പ് ഞങ്ങളുടെ സുഹൃത്തും ഞങ്ങളുടെ എല്ലാം ആയിരുന്ന പ്രജീഷിനെ കടുവ തിന്നപ്പം ഫോറസ്റ്റുകാർ അവന്റെ ബോഡി അവിടുന്ന് എടുത്തു മാറ്റാൻ നേരത്ത് ഫോറസ്റ്റുകാർ പറഞ്ഞ ഈ കടുവേനെ വെടിവെച്ച് കൊല്ലും, ഇവിടെ വെച്ച് വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അവരന്ന് ആ ബോഡി പ്രജീഷിനെ ഞങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചത്. അപ്പം ഇപ്പം ഫോറസ്റ്റുകാർ പറയുന്നത് ഈ കടുവേനെ കൊല്ലാൻ പറ്റില്ല, കൊന്നുകളയണോ സാധനത്തെ, കൊന്നുകളയായിട്ട് ഇവിടുന്ന് മൂടക്കൊല്ലിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല സാധനത്തിന്. അതാണ് നമുക്ക് പറയാനുള്ളത്. IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സ്ഥലത്തെത്തി. പക്ഷേ ഇപ്പോഴും ആ കാര്യത്തിന് തീരുമാനമായില്ല. കടുവ കൂട്ടിലായ കടുവയും വഹിച്ചുകൊണ്ടുള്ള വാഹനവും ദൗത്യസംഘത്തിന്റെയും വനംവകുപ്പിന്റെയും വാഹനങ്ങളുമെല്ലാം നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഈ കാപ്പിത്തോട്ടത്തിനകത്ത് തന്നെയാണ് കൂട്ടിലായ കടുവയുള്ളത്. അതോടൊപ്പം ഈ നാട്ടുകാരുടെ പ്രതിഷേധവും തുടരുന്നു. ജില്ലാ ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണം എന്ന ആവശ്യമാണ് ഇപ്പോഴുള്ളത്. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ.